ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശിവന്റെ വാഹനമായ നന്ദികേശനെ കുറിച്ചുള്ളതാണ്. ഹിന്ദുമത വിശ്വാസപ്രകാരം പരമശിവന്റെ വാഹനമായ കാളയാണ് നന്ദി. നന്ദികേശ്വരൻ, നന്ദികേശൻ, നന്ദിപാർശ്വൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ശിവഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദി. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശ്രീകോവിലിന് മുന്നിലായി നന്ദി വിഗ്രഹം പ്രതിഷ്ഠിക്കാറുണ്ട്. ദ്രാവിഡ ഭാഷകളിൽ നല്ലത് എന്ന അർത്ഥം വരുന്ന നന്ദ് എന്ന മൂലപദത്തിൽ നിന്നാണ് നന്ദി എന്ന വാക്ക് ഉത്ഭവിച്ചത്. പരമശിവന്റെ ദക്ഷിണ ഭാഗത്തു നിന്നും നന്ദി ജന്മമെടുത്തു എന്നാണ് ചില പുരാണങ്ങളിൽ പറയുന്നത്. ശിലാദ എന്ന മുനിയുടെ മകനായാണ് നന്ദിയെ വിശേഷിപ്പിക്കുന്നത്. ശിവന്റെ അനുഗ്രഹവും അമർത്യതയുമുള്ള ഒരു കുട്ടിയെ ലഭിക്കാൻ ശിലാദൻ കഠിനമായ തപസ്സനുഷ്ഠിച്ചു. നന്ദിയെ മകനായി സ്വീകരിച്ചു. ശിലാദൻ നടത്തിയ ഒരു യജ്ഞത്തിൽ നിന്നാണ് നന്ദി ജനിച്ചതെന്ന് ശിവപുരാണം പറയുന്നു. നർമ്മദാ നദിയുടെ തീരത്ത് ശിവന്റെ ദ്വാരപാലകനാകാനും തൻ്റെ വാഹനം ഓടിക്കാൻ വേണ്ടിയും നന്ദി കഠിനമായ തപസ്സനുഷ്ഠിച്ചു. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള ഇന്നത്തെ നന്ദികേശ്വർ ക്ഷേത്രത്തിലെ ത്രിപൂർ തീർത്ഥ ക്ഷേത്രവുമായി ഈ സ്ഥലം തിരിച്ചറിയപ്പെടുന്നു. ശൈവ സിദ്ധാന്തമനുസരിച്ച് നന്ദിയെ സിന്ധരിൽ പ്രധാനിയായി കണക്കാക്കുന്നു. പാർവതിയും ശിവനും അദ്ദേഹത്തെ ദീക്ഷിച്ചു. അദ്ദേഹം തൻ്റെ 8 ശിഷ്യന്മാരായ 4 കുമാരന്മാർ തിരുമൂലർ, വക്രപാത, പതഞ്ജലി, ശിവയോഗമുനി എന്നിവർക്ക് താൻ പഠിപ്പിച്ച കാര്യങ്ങൾ പകർന്നു നൽകിയതായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനായി അവരെ 8 വ്യത്യസ്ത ദിശകളിലേക്ക് അയച്ചു. നന്ദിയുടെ വംശപരമ്പര അവകാശപ്പെടുന്ന ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയായ നന്ദിനാഥ സമ്പ്രദായമാണ് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ പിന്തുടരുന്നത്. നന്ദിയെക്കുറിച്ച് നിരവധി പുരാണ ഐതിഹ്യങ്ങൾ ലഭ്യമാണ്. രാമായണത്തിലെ പ്രതിയോഗിയായ രാവണനുമായുള്ള അദ്ദേഹത്തിൻ്റെ സംഘർഷത്തെ വിവരിക്കുന്നുണ്ട്. ശിവനെ കാണാൻ കാത്തിരിക്കുമ്പോൾ ഒരു കുരങ്ങിനെ പോലെ അസ്വസ്ഥനായി പെരുമാറിയതിനാൽ ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണനെ വനവാസിയായ ഒരു കുരങ്ങൻ തൻ്റെ രാജ്യം കത്തിച്ചു കളയുമെന്ന് നന്ദി ശപിച്ചു. പിന്നീട് അശോകവാടിക എന്ന കാട്ടിൽ രാവണൻ സീതയെ അന്വേഷിച്ചു പോയ ഹനുമാൻ ലങ്കയെ കത്തിച്ചു. പുരാതന തമിഴ് ഗ്രന്ഥമായ തിരുവിളയാടൽ പുരാണം നന്ദി തിമിംഗലമായി അവതരിക്കുന്ന മറ്റൊരു കഥയെ പരാമർശിക്കുന്നു. ഈ ഐതിഹ്യമനുസരിച്ച് ശിവൻ വേദങ്ങളുടെ അർത്ഥം പാർവതിക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ അവർക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു. തുടർന്ന് പാർവതി തൻ്റെ ഏകാഗ്രതയുടെ അഭാവത്തിന് പ്രായശ്ചിത്തമായി ഒരു മത്സ്യത്തൊഴിലാളിയായി അവതാരമെടുത്തു. തൻ്റെ യജമാനനെയും പ്രിയപ്പെട്ട ഭാര്യയെയും ഒന്നിപ്പിക്കാൻ നന്ദി ഒരു തിമിംഗലത്തിൻ്റെ രൂപം സ്വീകരിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. തിമിംഗലത്തെ കൊല്ലുന്നയാൾ തൻ്റെ മകളെ വിവാഹം കഴിക്കുമെന്ന് പാർവതിയുടെ പിതാവ് പ്രഖ്യാപിച്ചു. പിന്നീട് ശിവൻ ഒരു മത്സ്യത്തൊഴിലാളിയുടെ രൂപം സ്വീകരിച്ച് തിമിംഗലത്തെ കൊന്നു. പാർവതിയെ അവളുടെ മുൻ രൂപത്തിൽ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. വിയറ്റ്നാമിലെ ചാം ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് മരിക്കുമ്പോൾ നന്ദി അവരുടെ ആത്മാവിനെ വിയറ്റ്നാമിൽ നിന്ന് ഇന്ത്യയുടെ പുണ്യഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്.